നമസ്കാരം. ഡൽഹിയിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ച് 3 പേർ മരിച്ചു. ഈ കെട്ടിടത്തിൻ്റെ 7ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ 3 പേരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇവർ സഹോദരങ്ങളാണ് ആദ്യം മരിച്ചത്. പിന്നീട് ഇവരുടെ പിതാവും ഇതിനു പുറകെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ 3 പേരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും മരിക്കുകയായിരുന്നു. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇന്ന് ഇവിടെ ഉണ്ടായ തീപിടുത്തം. ദ്വാരക സെക്ടർ 13-ലായിരുന്നു ഈ തീപിടുത്തം നടന്നത്. വലിയൊരു ബഹുനില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. പക്ഷേ ഫയർഫോഴ്സും മറ്റും സമയത്തിനെത്തി നാട്ടുകാരൊക്കെ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്നാണ് പറയപ്പെടുന്നത്. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ അമ്മയും മൂത്ത സഹോദരനെയും നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. തീ പടർന്ന് പിടിച്ചപ്പോൾ ഒരുപക്ഷെ ഭയന്നിട്ടായിരിക്കാം ഈ കെട്ടിടത്തിന് മുകളിൽ താഴേക്ക് പെട്ടെന്നെടുത്ത് കുട്ടികൾ ചാടിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷെ അവർ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാം തൊട്ട് പിന്നാലെ പിതാവും താഴേക്ക് ചാടിയത്. അഗ്നിശമന സേനയുടെ 8 യൂണിറ്റുകളാണ് ഇവിടെ തീ അണയ്ക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഈ ബഹുനില മന്ദിരത്തിലെ മുഴുവൻ താമസക്കാരെയും ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഫയർഫോഴ്സ് ഇവിടെയുള്ള വൈദ്യുതി ബന്ധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തീ പടർന്ന് പിടിക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതൽ നടപടികളാണ് ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് സ്വീകരിച്ചത്. പല വൻ നഗരങ്ങളിലും ഈയിടെയായി ഇത്തരത്തിൽ ബഹുനില മന്ദിരങ്ങൾക്ക് തീപിടിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിലും വിദേശത്തുമായി ഇത്തരത്തിലുള്ള നിരവധി തീപിടുത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു യൂറോപ്യൻ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് ഒരു ബഹുനില മന്ദിരത്തിന് തീപിടിച്ചിരുന്നു. പക്ഷേ അധികം ആളപായമുണ്ടാകാതെ എല്ലാവരും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂഡൽഹി നമ്മുടെ രാജ്യതലസ്ഥാനമാണ്. അതീവ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു മേഖല കൂടിയാണ് ഡൽഹി. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് അധികൃതർ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കാരണമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയോ മറ്റു ചെയ്താണോ ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ സർക്കാരിന് സമർപ്പിക്കും. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ഉത്തരവിട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നേരത്തെയും അനധികൃതമായി കെട്ടിട നിർമ്മാണം ഡൽഹിയിൽ വ്യാപകമായി നടക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് ഈ കെട്ടിട നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്തിമ അനുമതി നൽകേണ്ടത്. എന്നാൽ പലപ്പോഴും അധികൃതരെ സ്വാധീനിച്ച് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവിടെ പല ബഹുനില മന്ദിരങ്ങളും ഉയരുന്നത് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നതാണ്. ഒരുപക്ഷെ ഈ കെട്ടിടത്തിനും മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലായിരുന്നോ എന്നുള്ള കാര്യം അധികൃതർ പരിശോധിക്കും. ഒരു ബഹുനില മന്ദിരം നിർമ്മിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എമർജൻസി എക്സിറ്റ്, ലിഫ്റ്റ് പോലെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത്. പക്ഷേ ഇതനുസരിച്ച് തന്നെയാണോ ഈ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത് എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും. ഈ തീപിടിച്ചതിനെ തുടർന്ന് കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന കുട്ടികളാണ് ഭയന്ന് പെട്ടെന്ന് താഴേക്ക് ചാടിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ രക്ഷിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ ഒരുക്കിയിരുന്നില്ലേ എന്ന സംശയം സ്വാഭാവികമായും അവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മേഖലയിലെ ഗ്യാസ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഓഫാക്കിയിരിക്കുകയാണ്.